ഹലോ ഗൈസ്, അപ്പം നമ്മൾ നേരെ പോണ ഗ്രാനി ചാപ്റ്റർ 1 അല്ലേട്ടാ, 2 ആണ്. ഇത് ഞാൻ നേരത്തെ കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഗ്രാനി 3 എടുത്തത്. പക്ഷേ ഇതിൽ എനിക്ക് ചെറിയൊരു ഇതേപോലെയൊക്കെ തോന്നി. എനിക്ക് ഗ്രാനി 3 ആണ് ഏറ്റവും വലിയ സിമ്പിളായിട്ട് തോന്നിയത്. ഇതെന്നാൽ എസ്കേപ്പൊന്നും അല്ലട്ടാ. നമുക്കൊന്ന് വീഡിയോയിലേക്കൊന്ന് കിടക്കാം. ഇതിനെ ഞാൻ ആദ്യമായിട്ട് ഇപ്പോൾ കയറ്റുള്ളൂ. ഇതെന്തോ അറിയാണ്ട് കൈ തക്കിയപ്പോൾ തന്നെ ആയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ഗ്രാനീനെ ഒന്നും എടുക്കുന്നില്ല, അപ്പാപ്പനെ മാത്രമേ നമ്മൾ എടുക്കുന്നത്. ബോത്തുണ്ട് കണ്ടോ, ഞാനെല്ലാം ചെക്ക് ചെയ്ത് നോക്കണം ഇത് എന്തൊക്കെ ഐറ്റം. അപ്പാപ്പനെ മാത്രമാണ് ഞാൻ എടുത്തത്. അപ്പോൾ നമുക്ക് നേരെ കളിയിലേക്ക് പോകാം. ഡേ 1 ആയി ഗൈസ്. ഇപ്പോഴാണ് ഞാൻ കളിച്ചിട്ടുണ്ട്, പക്ഷേ എസ്കേപ്പ് ഒന്നും അടിച്ചിട്ടില്ല. ഇത് തോറ്റിട്ടുള്ളൂ. നോക്കാം. ഇതെന്താ ഭയങ്കര തിരിയാൻ ഭയങ്കര പാടാണല്ലോ. സെൻസിറ്റിവിറ്റി കുറവാണ്. ഓക്കെ, ഇപ്പോഴാണ് നോക്കി നേരെ തുറന്നു പോവാം. ഇവിടെ CCTV ക്യാമറ ഒക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വല്ല ചെക്ക് ചെയ്യട്ടെ, എന്തെങ്കിലും വല്ല കിട്ടിയാൽ. പാപ്പം വന്നാൽ കഴിഞ്ഞ് പോകാം. ഇവിടെ ചെക്കൊന്നും ചെയ്യണ്ട. പാപ്പം മേളിൽ പോയി ഗൈസ്. നമുക്ക് ഈ വഴി കയറാം. വഴിയിൽ എന്തോ ഷെൽഫ് എന്താണ്, ഇതിലൊന്നുമില്ല. ഇതെന്തൊട്ട് ഷെൽഫാണിത്, കാണാനും പറ്റുന്നില്ലല്ലോ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ ബെസ്റ്റ്. ഇതെന്താണ്? നീഡ് എ സേഫ് കീ. ഇതെന്താ വീണ? ആങ്കർ പേടിച്ചു. ആ ശബ്ദം കേട്ടാ പാപ്പം വല്ല വരുമോ പിന്നെ? എന്ന് പറഞ്ഞു വരും. ഇതെനിക്ക് ഓർമ്മയുണ്ട്. നന്നായിട്ട് നല്ല ഓർമ്മയുണ്ട്. ഇത് പിടിച്ച് വലിക്കുമ്പോൾ തന്നെ കണ്ടോ, താഴത്തൊരു കുഞ്ഞ് ഒരു ഹോള് ഉണ്ടോ. ഇവിടെ ഗണ്ണ്, വെപ്പൺ കീ. നീഡേ വെപ്പൺ കീ. വെപ്പൺ കീയുടെ ആവശ്യമുണ്ട് ഇവിടെ. പാപ്പൻ കണ്ടു. കുണിഞ്ഞു തന്നെ ഉണ്ടോ. ഇവിടെ വിളിക്കാം. വേറെ സ്ഥലമൊന്നുമില്ല ഇവിടെ ആയിട്ട്. അപ്പാപ്പനെ ഇവിടെ പോയി. ഇവിടെ ഒന്നും കാണുന്നില്ലല്ലോ അപ്പാപ്പനെ. അപ്പാപ്പോ ഗൈസ്. അപ്പോൾ ഇവിടെ അപ്പാപ്പന് വന്നില്ലേ. ചിലപ്പോൾ സ്റ്റെപ്പിറങ്ങി വരാൻ മടിയായിരിക്കും. പോവാം. ഇവിടെയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞില്ല. ഈ സ്ഥലം ഇപ്പോഴാണ് ഓർമ്മ കിട്ടും. ഇവിടെ ആയിട്ടല്ലേ ബോട്ടും കാര്യങ്ങളും. അത് തന്നെ ഒറ്റോബസാണ്. അപ്പാപ്പം വന്നാൽ കഴിഞ്ഞു. എന്നാ നീടെ പാഡ്ലോക്ക് ചെയ്യുക, അങ്ങനത്തെ ഒരു സംഭവം. അപ്പാപ്പോ പോയല്ലോ. അയ്യോ, പോകാം ഗൈസ്. കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെന്താ ഡബിൾ ടേപ്പ് എന്തിനാന്നാവോ? നിങ്ങൾ ഉപകാരം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, എന്താണെന്നറിയാനാണ്. അപ്പാപ്പൻ വന്നുണ്ട്. പെട്ട് വന്ന് കാണുമെന്ന് തോന്നണു.
കഴിഞ്ഞ വീഡിയോയിൽ അമ്മമ്മ വന്നണ്ട ചെലന്തി ഒന്നും പോലെ വന്നില്ലേ. അപ്പം ഇനി ഇങ്ങനെ കുഞ്ഞാട്ടേന്ന് തോന്നണു എന്നെ, ഇങ്ങനെ കുഞ്ഞിഞ്ഞു നോക്കുള്ളൂ. അമ്മാമി കയ്യും കാലൊക്കെ വെച്ചിട്ട് ചെലന്തി പോലെ. ടേപ്പും കൊണ്ട് എന്താ ഉപകാരം? കമൻറ്റ് ചെയ്യണേ ഗൈസ്, എനിക്കതാണ് സംശയം. ഈടെ ക്രോബാർ, ഓ അതൊന്നും ഇതിൻ്റെ ഉള്ളിലെന്തോ ഇച്ചു അലമാര കാണിച്ചു വെച്ചേക്കണുണ്ടോ? ഓ ഇവിടെയൊക്കെ ചെക്ക് ചെയ്തോ. കുഞ്ഞിനെ നോക്കാം. പാപ്പം ബാത്റൂമിലുള്ള കണ്ട് എപ്പോഴും ഞാൻ പേടിച്ച് താഴ്ത്തോന്നു. ഇവിടെ പോയി നോക്കാം. ചിലപ്പോൾ വരുമെന്നാണ് ചാൻസ് കൂടുതൽ കേട്ടോ. വിളിച്ചിക്കാം, സേഫേ വിളിച്ചിക്കാം. ഇവിടെ സേഫ് കിട്ടും. നോക്കാൻ പോയി. അപ്പോൾ അയ്യോ വന്നു. എന്ത് പതുക്കെയാണ് അപ്പ വന്നത്. പാപ്പ ഭയങ്കര പതുക്കെയാണ്. മൂല കുളിച്ച് കാണാൻ വഴി ഉള്ളാണ്. പോയിട്ടുണ്ടാവോ? അപ്പാപ്പോ 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 അപ്പാപ്പ അപ്പാപ്പ അപ്പാപ്പോ അപ്പാപ്പോ അപ്പാപ്പോ. പോണമെന്നുണ്ട്, പോണ്ടെന്നും തോന്നണം. എന്തെങ്കിലും ഒന്ന് പോ കുരിഞ്ഞു പോകാനാണ്. ഇപ്പോൾ ഓക്കെ. ഈ വെള്ളത്തിൽ ചാടിയ പിന്നെ കഴിഞ്ഞ് ആ ചോരയിലേക്ക്. അതിൽ ചാടിക്കഴിഞ്ഞാൽ കഴിഞ്ഞ്. ഞാൻ ആദ്യമായിട്ട് ചാടി, എന്നിട്ട് എന്തായി, നേരെ ഒറ്റ പോലത്തെ ഒറ്റ ബസ്സാണെന്ന് തോന്നുന്നു. ആ സാധനം വിഴുങ്ങിയില്ല. അയ്യോ ഡോറ് മാഞ്ഞു പോണില്ലേ ചെറുതായിട്ട്. ഈ പ്രേതത്തിൻ്റെ ഫോട്ടോ ഒക്കെയുള്ള ഗ്രാനിയുടെ ഫ്രണ്ട്സായിരിക്കും. ചെക്കനെന്തോ കൈ കഴുകണേന്ന് തോന്നുന്നു. ഇപ്പോഴെപ്പോഴും കൈ കഴുകാൻ ബാത്റൂമിലും പോക്ക് ഭയങ്കര ഊളുണ്ടോ. മീറ്റ് റേഡിയോ വേണ്ട, പാട്ട് വരും. ഓവൻ്റെ ഉള്ളിൽ എന്താണ് ബ്രഞ്ച എന്താണ് അപ്പം മണ്ണില്ല. അലമാരയുടെ ഉള്ളിലേക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇതെന്താണ് ഗ്യാസ് ഫീലോ? ഇത് അത്യാവശ്യം ഉണ്ടോ? എന്തിനാണോ അപ്പാപ്പം വരണ്ടോ? ഇവിടൊന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ചെക്ക് ചെയ്യാം. ഡോർ ലോക്കോ? ഓ ഇങ്ങനത്തെയൊക്കെ ലോക്ക് തുറന്നു വയ്ക്കുള്ളൂ. നല്ലതായിരിക്കും. ഇവിടെ ഒന്നുമില്ല. ഇതെന്താണ് ഷൂട്ട് ഗൺ? എൻ്റെ മോനെ. പാപ്പാ വെടിവെക്കാം. അപ്പാപ്പൻ കണ്ട് ഗൈസ്. അപ്പാപ്പൻ കണ്ട് ഗൈസ്. കുഞ്ഞു നോക്കണുണ്ട് അപ്പാപ്പൻ. ഡേ 2 ആണ്. ഡേ 2. നമുക്ക് നേരെ പോവാം. CCTV ക്യാമറ.
ആരും പാസ് ചെയ്ത് പോയവരെ തോന്നിട്ടോ, പെട്ടെന്ന് ഒരാൾ പോയവരെ, ഗ്രാൻഡ് പോയവരെ തോന്നി. അപ്പാപ്പൻ എവിടെ പോയി, നീ എവിടെ പോയി? ഇവിടെ ഉണ്ടാവില്ല തോന്നണം, ഇവിടെ ഇല്ല. ഓ ഈ ഭാഗത്തൊക്കെ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. നമുക്ക് ഈ അപ്പൂപ്പൻ അപ്പൂപ്പൻ ബാത്റൂമിനുള്ളിൽ, അപ്പൂപ്പൻ ബാത്റൂമിൻ്റെ ഉള്ളിൽ എന്തോ അയ്യോ അപ്പൂപ്പൻ ബാത്റൂമിൻ്റെ ഉള്ളിലിരിക്കുന്നു. എപ്പോഴും അതെ ബാത്റൂമിൽ പോക്കാണ് എന്ന് തോന്നുന്നു. ബാത്റൂമിൽ പോക്ക് കുറച്ച് കൂടുണ്ട് അപ്പാപ്പന്. നമുക്ക് നേരെ വേഗം പോകും. അപ്പാപ്പൻ ബാത്റൂമിലാണ്, ഇരിക്കും. കണ്ട ബാത്റൂമിലാണ്. ഗ്രാനിയുടെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ അവിടെ. അയ്യോ ഇവിടെ ഒളിച്ചേക്കാം. ഇങ്ങനെന്താ ലൈറ്റാ, പുറകിൽ ലൈറ്റല്ലേ. ഈ അപ്പാപ്പനെ അങ്ങോട്ട് പോയി പതുക്കല്ലേ വരുള്ളൂ. എപ്പോഴും ഭയങ്കര ലേറ്റാണ്, ഭയങ്കര കുഴിമടിയന് മടിയൻ. ഞാൻ അപ്പാപ്പനെന്നാലും ഇത് പറയണം. നമുക്ക് നേരെ പോവാം. നേരത്തെ ഒരു ഷൂട്ട് ഗണ്ണായിട്ട് കണ്ടില്ലേ, അത് എന്തായിട്ടും അതെങ്ങനെ യൂസ് ചെയ്യണം? ഗ്യാസ് ഫ്യൂല് എന്താന്ന് ഇവിടെ ഒളിച്ച് വെക്കാൻ ചിലപ്പോൾ വരും ദിവസം. ഇവിടെ ചെക്ക് ചെയ്തില്ലല്ലോ, ഇവിടെ ഒന്നുമില്ല. അപ്പാപ്പോ ചത്ത്. ഡേ 4 ആണ് ഗൈസ്. നമുക്ക് ഒരു ദിവസം കൂടി ലാസ്റ്റ് ഡേ ആണ്. അതും കൂടി കഴിഞ്ഞാൽ ഗെയിം ഓവറാണ്. ഡേ 4 ആണ് ഗൈസ്. അപ്പം നമുക്ക് നേരെ കയറാം. നേരെ നമുക്ക് സ്റ്റെപ്പ് കയറാം. മലമാര് തുറന്ന് ഇവിടെ ഒന്നുമില്ല. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്ത സ്ഥലങ്ങൾ തന്നെയാണ്. ഇതാണ് നമ്മുടെ ഗണ്ണ്. എന്തോ ഒരു സാധനം നമ്മൾ അതിൻ്റെ കൂടെ കിട്ടിയായിരുന്നല്ലോ. അത് ഡബിൾ ടൈപ്പ്. അതേയിരിക്കും. ഇതെന്താ ഇത് എർത്തടിക്കണ സാധനമൊന്നും. അത് തന്നെ മിന്നലിൻ്റെ എർത്തിൻ്റെ ചിഹ്നമുണ്ട് സൈഡിലായിട്ട്, പെണ്ണിൻ്റെ സൈഡിലായിട്ട് കണ്ടില്ലേ. അപ്പാപ്പോ പിടിച്ചു. ഇതെന്താണ് ഷോൾഡറിൻ്റെ അവിടെ ഇട്ട് എർത്തടിച്ചോളാ. എന്തോ കളക്കളി. ഷോൾഡറിൻ്റെ അവിടെ ഇട്ട് എർത്ത് കണ്ടില്ലേ? നിങ്ങൾ കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ വ്രഞ്ചാ, അതെന്താണെന്നോ ഉപയോഗിക്കണം, എന്താണ് ഐറ്റം എന്നൊന്നും ഒന്ന് പറഞ്ഞു തന്നേരും, ഞാൻ മറന്നുപോയി. ഇതെന്താണെന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. കളിക്കുന്നവരാണെങ്കിലും അറിയുന്നവരാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം. ഇവിടെ അതേ ഇരിക്കണം. എൻ്റെ എർത്തടിക്കണ സാധനം. അപ്പാപ്പൂ അയ്യോ അപ്പാപ്പൻ്റെ എർത്തടിക്കണ സീൻ ഉണ്ടായിരുന്നു. ഡാൻസ് കളിക്കണു. അപ്പാപ്പൻ്റെ കഴുത്തിലത്തെ മാല എടുക്കായിരുന്നല്ലോ, പക്ഷെ പറ്റുന്നില്ല ഗൈസ്. അവിടെ ഇരിക്കട്ടെ, എർത്തടിച്ച് കിടക്കട്ടെ. ഇനി നീറ്റ് കഴിഞ്ഞിട്ടാണ് അടുത്ത പണിയിട്ട്. നീടെ സെക്യൂരിറ്റി കീ. സെക്യൂരിറ്റി ആണോ?
ഇതൊന്നും പെട്ടെന്ന് വായിച്ചില്ല കേട്ടോ. എന്താണ് ഐറ്റം? ഇതും കൊണ്ട് നമുക്ക് തുറന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. തുറന്നേ. ഇതെന്താ ഗ്രൗണ്ട് എന്താ ഐറ്റം? തോക്കൊന്ന് വാങ്ങുന്നു. ഇവിടെ ഇരുന്ന വെറുതെ അമ്മാമ്മയുടെ കൂട്ടുകാരത്തി, അമ്മാമ്മയുടെ ഫോട്ടോ. ഹെലികോപ്റ്റർ കീയാ? ഹെലികോപ്റ്ററാ? അതേത് ട്രിക്കാണ്? ഹെലികോപ്റ്ററിൽ പോകാൻ പറ്റുമോ? അതേത് വഴി ഏതായിരിക്കും അറിയില്ല കേട്ടോ. ഹെലികോപ്റ്റർ നമുക്ക് പോകണ്ട. അപ്പനെ കൊണ്ട് ഷോക്ക് അടിച്ച് കൊടുക്കണമായിരിക്കും. പിന്നെ നമ്മുടെ കയ്യിൽ കണ്ണില്ലേ, എന്തിനാ പേടിക്കണം. ഇപ്പോഴും എന്ത് ചെയ്യാം, പാപ്പൻ ബാത്റൂമിൽ പോകണം. നമുക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്യണം. വാലടച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ലല്ലോ. ബാത്റൂമിൻ്റെ ഉള്ളിൽ, ബാത്റൂമല്ല, ക്ലോസറ്റിൻ്റെ ഉള്ളിൽ. ബോട്ടിക്ക് വെറുതെ ഇല്ല. അപ്പാപ്പൻ എപ്പോഴും കെയറിൽ കുറച്ച് കൂടുണ്ട് ബാത്റൂമിൽ. ബോട്ടിക്ക് വല്ലോണ്ട് ഇത് കാണിക്കണേന്. ബോട്ടിന് വേറെ കാര്യങ്ങൾ കുറേ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഞാൻ ഷൂട്ട് ചെയ്ത ഐറ്റം, അയ്യോ മറ്റേ സാധനം എന്ത് ഫ്രണ്ടിൽ വെച്ചേക്കണ എർത്തോളത്താ, താഴെയൊന്നുമില്ല. അത് പോയി വേണ്ടായിരുന്നു. വെപ്പൻ കീ കൊണ്ട് തന്നെ തുറക്കായിരുന്നു. വെപ്പൻ കീ ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തോ. പോയി അതും പോയി. അങ്ങനെ ഗൈസ് ഉള്ള ഇത് പോയി. എന്ത് പറയാനാ, പോണത് പോയി. അപ്പാപ്പനെവിടെ പോയെന്നാവോ ഗൈസ്. അപ്പാപ്പോ നിങ്ങളിലെന്താ? ഒന്നുമില്ല. അതിലാണല്ലേ നമുക്ക് ഡബിൾ ടേപ്പ് കിട്ടിയത്. മറന്നായി ഗൈസ്. നിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ഇതാണ് നിങ്ങളുടെ അടുക്കളൊക്കെ കണ്ടോ. മീറ്റ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല അടുക്കളയിൽ. ഒന്നുമില്ല ഗൈസ്. ഇതിൻ്റെ ഉള്ളിലല്ല. ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ക്രോബാർ കിട്ടിക്കഴിഞ്ഞ് ഇതൊക്കെ തുറന്നെടുക്കാം. നീടെ സെക്യൂരിറ്റിക്കോ അപ്പാപ്പൻ പിടിച്ച് പോയി. അപ്പാപ്പനെ കൊണ്ട് അമ്മാമ്മയുണ്ടല്ലേ, അപ്പാപ്പനും ഉണ്ട്. അയ്യോ ഇതെല്ലാം നമ്മൾ നേരത്തെ കണ്ടല്ലോ മാരാ. ഗെയിം ഓവർ ഗൈസ്.